നമസ്കാരം. അമേരിക്കൻ അസംസ്കൃത എണ്ണയ്ക്ക് വ്യാപകമായ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ യമൻ. അറബ് രാജ്യത്തിന്റെ മണ്ണിൽ അമേരിക്ക തുടരുന്ന ആക്രമണത്തിനും സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിനും മറുപടിയായാണ് യമൻ സർക്കാർ അമേരിക്കൻ അസംസ്കൃത എണ്ണയ്ക്ക് വ്യാപകമായ വിലക്ക് പ്രഖ്യാപിച്ചത്. മെയ് 17 മുതൽ അമേരിക്കൻ വിരുദ്ധ ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് യമനിലെ ഹ്യൂമനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്റർ ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ ശത്രു യമൻ പ്രവിശ്യകളിൽ സിവിലിയന്മാരെയും സിവിലിയൻ വസ്തുക്കളെയും ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയും സ്ത്രീകളെയും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേരുടെ മരണങ്ങൾക്കും പരിക്കുകൾക്കും അത് കാരണമാവുകയും ചെയ്തതിനാലാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് HOCCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞിരുന്നു. 2025 ഏപ്രിൽ 17 അൽ ഹുദൈദ ഗവർണറേറ്റിലെ റാസിസ എണ്ണ തുറമുഖം അമേരിക്ക മുമ്പ് ലക്ഷ്യമിട്ടതുപോലെ മനുഷ്യരാശിക്കെതിരെ നടന്ന ഏറ്റവും ഹീനമായ കൂട്ടക്കൊലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു ഭീകരമായ കുറ്റകൃത്യത്തിൽ യമൻ ജനതയെ ഉപരോധിക്കാനുള്ള ശ്രമത്തിൽ സിവിലിയൻ സൗകര്യങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും ലക്ഷ്യമിട്ട് യമൻ ജനതയ്ക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ അമേരിക്ക നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും യുദ്ധ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ യമൻ റിപ്പബ്ലിക്കിന് അവകാശമുണ്ടെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതിനാൽ അമേരിക്കൻ തുറമുഖങ്ങളിൽ നിന്ന് അമേരിക്കൻ ക്രൂഡ് ഓയിൽ കയറ്റുമതി, പുനർകയറ്റുമതി, കൈമാറ്റം, ലോഡിംഗ്, വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന എന്നിവയൊക്കെ നിരോധിക്കാൻ യമൻ തീരുമാനിച്ചു. നേരിട്ടോ അല്ലാതെയോ കപ്പൽ ടു ഷിപ്പ് കൈമാറ്റം ഉൾപ്പെടെ എല്ലാം ഇതിൽപ്പെടും. പുതിയ എണ്ണ കയറ്റുമതി നിരോധനം ലംഘിക്കുന്ന കമ്പനികളെ യമനെതിരെയുള്ള ആക്രമണകാരികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും HOCC മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതോ പ്രവർത്തിപ്പിക്കുന്നതോ ആയ കപ്പലുകൾക്ക് ചെങ്കടൽ, ബാബ് അൽ മന്ദാബ് കടലിടുക്ക്, ഏദൻ ഉൾക്കടൽ, അറേബ്യൻ കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുൾപ്പെടെയുള്ള നിർണായക പ്രാദേശിക ജലപാതകളിലൂടെ കടന്നുപോകാൻ വിലക്കുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മാനുഷിക ആവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ യമൻ സർക്കാരിന് അഭ്യർത്ഥന സമർപ്പിക്കുന്ന അമേരിക്കൻ നയങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കും ഇളവുകൾ പരിഗണിക്കുമെന്ന് പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. യമനിലെ ജനപ്രിയ അൻസുറുള്ള റെസിഡന്റ് മൂവ്മെന്റിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ നസറുദ്ദീൻ ആമർ എക്സിൽ ഒരു പോസ്റ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായുള്ള ഏതെങ്കിലും ഇടപാടുകളിൽ പങ്കെടുക്കുന്നത് ഉപരോധങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യാ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുദ്ധബാധിതരായ ഗാസക്കാരെ പിന്തുണയ്ക്കുന്നതിനായി യമൻ സൈന്യം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രയേലിനെ പിന്തുണച്ച് ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി 2023 ഡിസംബറിൽ ചെങ്കടലിൽ ഒരു സമുദ്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. യമൻ തീരപ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധ കപ്പലുകളും വിമാനവാഹിനി കപ്പലുകളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനവും സെൻസിറ്റീവുമായ ഇസ്രയേലി അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം ശക്തമാക്കിക്കൊണ്ടാണ് യമൻ സൈന്യം അതിനെതിരെ പ്രതികരിച്ചത്. അതുപോലെ അമേരിക്ക നിലവിൽ യമനിലെ സാധാരണക്കാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള യമന്റെ മറുപടിയാണ് നിലവിലെ ഈ ഉപരോധം.